So, students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചിട്ടുള്ള ടോപ്പിക്കിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള സീറോ ഡിവൈസേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കും പിന്നെ പുതിയൊരു ടോപ്പിക് ആയിട്ടുള്ള ഫീൽഡ്സ് എന്ന് പറയുന്ന പുതിയൊരു ഡെഫിനിഷനുമാണ് ഇന്ന് മെയിൻ ആയിട്ട്. ഫീൽഡ്സും അതിന്റെ രണ്ട് എക്സാമ്പിളുമാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സീറോ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. സീറോ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിംഗിലെ കുറച്ച് എലമെന്റുകളാണ്. ആ എലമെന്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എലമെന്റുകൾ നോൺ സീറോ ആയിരിക്കും, പക്ഷേ അതിന്റെ പ്രോഡക്റ്റ് സീറോ ആയിരിക്കും. അങ്ങനെ വരുന്ന എലമെന്റുകളെയാണ് നമ്മൾ സീറോ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത്. അതായത് those non-zero elements of a ring are whose product is zero. അതായത് for a not equal to 0 and b not equal to 0, if ab equal to 0, then a and b are called the zero divisors of the ring R. രണ്ട് നോൺ സീറോ എലമെന്റുകളുടെ പ്രോഡക്റ്റ് സീറോ വരികയാണെങ്കിൽ ആ എലമെന്റുകളെ നമ്മൾ സീറോ ഡിവൈസേഴ്സ് എന്ന് പറയും. നമ്മൾ ഇന്നലെ മൂന്നാല് എക്സാമ്പിളുകൾ നോക്കി. അതിൽ പ്രധാനമായിട്ടൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ വീണ്ടും ഒന്ന് എടുത്ത് പറയാണ്. Z6 0 1 2 3 4 5 ആണ്. അതിൽ സീറോ ഡിവൈസേഴ്സ് 2 3 3 4. 2 into 3 6 മൾട്ടിപ്ലിക്കേഷൻ മോഡലും ആയതുകൊണ്ട് 0 വരും. 3 into 4 12, അത് മൾട്ടിപ്ലിക്കേഷൻ മോഡലും 6 ആയതുകൊണ്ട് 0 വരും. അപ്പോൾ 2 ഉം 3 നോൺ സീറോ ആണ്, 3 ഉം 4 നോൺ സീറോ ആണ്. ബട്ട് 2 into 3 is 0, 3 into 4 is also 0. അതേപോലെ Z8 എടുത്ത് നോക്കൂ. 0 1 2 3 4 up to 7 ആണ്. അതിന്റെ സീറോ ഡിവൈസേഴ്സ് പറയുന്നത് 2 4 and 4 6. 2 4 ഉം 4 6 ആണ് സീറോ ഡിവൈസേഴ്സ്. ഇവിടെയൊക്കെ നിങ്ങൾ ഒരു പ്രത്യേക പാറ്റേൺ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. Z6 ലെ സീറോ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 2 3 4 ആണ്. 2 3 3 4. Z6 ൽ 2 3 4 ആണ് സീറോ ഡിവൈസേഴ്സ്. ഈ 2 3 4 എന്ന് പറഞ്ഞാൽ they are not relatively prime to 6. 6 മായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ല. അങ്ങനത്തെ എലമെന്റുകളാണ് Z6 ലെ സീറോ ഡിവൈസേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി Z8 നോക്കുമ്പോൾ 2 4 6 ആണ് Z8 ലെ സീറോ ഡിവൈസേഴ്സ്. 2 ഉം 4 ഉം 6 ഉം ഒന്നും തന്നെ 8 മായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ല. അപ്പൊ Z6 ലെ സീറോ ഡിവൈസേഴ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 3 4 ആണ്. 2 ഉം 3 ഉം 4 ഉം 6 ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ല. Z8 ലെ സീറോ ഡിവൈസേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 4 6 ആണ്. ഈ എലമെന്റുകൾ ഒന്നും തന്നെ Z8 ലെ 8 മായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു പ്രത്യേക കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കും. എക്സാമ്പിൾ വെച്ച് കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കില്ല. നമുക്ക് ഇതിൽ നിന്ന് ഒരു തിയറത്തിലേക്ക് പോവാം. റിസൾട്ട് അതിന്റെ പ്രൂഫ്. എക്സാമ്പിൾ വെച്ച് നമുക്ക് ഒരിക്കലും റിസൾട്ട് പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഐഡിയ അല്ലെങ്കിൽ ഈ റിസൾട്ട് നമ്മൾ തിയറമായിട്ട് ഇവിടെ പ്രൂവ് ചെയ്യാണ്. അതായത് ഇപ്പൊ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. Z6 ലെ സീറോ ഡിവൈസേഴ്സ് 2 3 4 ആണ്. 2 3 4 ഉം 6 മായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ല. Z8 ലെ സീറോ ഡിവൈസേഴ്സ് 2 4 6 ആണ്. 2 ഉം 4 ഉം 6 ഉം ഒന്നും തന്നെ 8 മായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ല. അപ്പോൾ ഇതിനെ ജനറലൈസ് ചെയ്യാണ്. The zero divisors, അതാണ് നമ്മുടെ അടുത്ത തിയറം. The zero divisors of Zn are precisely those non-zero elements that are not relatively prime to n. അപ്പോൾ Zn എന്ന് പറയുന്ന സെറ്റില് ഏത് എലമെന്റുകളാണ് സീറോ ഡിവൈസേഴ്സ് ആയിട്ട് വരുന്നത്? Those elements that are not relatively prime to n. Those non-zero elements which are not relatively prime to n. അപ്പോൾ Zn എന്ന് പറയുന്ന സെറ്റിലെ സീറോ ഡിവൈസേഴ്സ് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. Z6 ലെ പോലെ 6 മായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത നമ്പറുകൾ ഏതാ എന്ന് നോക്കിയാൽ മതി. Znലത്തെ സീറോ ഡിവൈസേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് നോക്കിയാൽ മതി? n മായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ Zn എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. 0 1 up to n-1 ആണ്. അപ്പോൾ ഈ n-1 എലമെന്റുകളിൽ ഏതൊക്കെ എലമെന്റുകളാണോ n മായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്തത് ആ എലമെന്റുകളൊക്കെ എന്തായിരിക്കും? സീറോ ഡിവൈസേഴ്സ് ആയിരിക്കും. Z6 ലെ 2 3 4 പോലെ, Z8 ലെ 2 4 6 പോലെ. Those elements which are not relatively prime, പ്രത്യേകം പറയുന്നു, those elements which are not relatively prime to n will be the zero divisors of Zn. അതാണ് നമ്മുടെ റിസൾട്ട്. Now നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ പോവാണ്. Consider Zn. Zn എന്ന് പറഞ്ഞാൽ 0 1 2 3 up to n-1 ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? Zn ലെ സീറോ ഡിവൈസേഴ്സ് they are precisely those elements which are not relatively prime to n. അപ്പോൾ let m not equal to 0 be in Zn and m not equal to 0 be such that GCD of mn equal to 1. അപ്പോൾ Znന്റെ ഒരു എലമെന്റ് ആണ് m is non-zero. കൂടാതെ GCD of m and n is 1. ഇതിന്റെ അർത്ഥം എന്താണ്? m and n are relatively prime. GCD of m and n is 1 എന്ന് പറഞ്ഞാൽ m and n are relatively prime.
m and n are relatively prime എന്നാണ് ഈ ഒരു അസംഷന്റെ അർത്ഥം. Okay, അപ്പോൾ I am choosing m not equal to 0 in Zn such that GCD of mn equal to 1. എന്താ പ്രൂവ് ചെയ്യുന്നത്? അപ്പോൾ m ഉം n ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല. എന്ത് പ്രൂവ് ചെയ്യണം? m is not a zero divisor എന്നാ പ്രൂവ് ചെയ്യുന്നത്. എന്താ തിയറം നോക്കൂ. The zero divisors of Zn are precisely those elements which are not relatively prime to n. അപ്പോൾ ഇവിടെ നമ്മൾ m എങ്ങനെ എടുത്തത്? n not equal to 0 and GCD of mn equal to 1. അതായത് m and n are relatively prime. ഇവിടെ എടുത്തുള്ള m ഉം n ഉം relatively prime ആണ്. അപ്പോൾ we have to prove that m is not a zero divisor. നോട്ട് അങ്ങോട്ടും മാറി പോരുത്. Zero divisors എന്ന് പറഞ്ഞാൽ those elements which are relatively prime to n, which are not relatively prime to n എന്നാണ് കാണിക്കേണ്ടത്. ഇവിടെ എടുത്തിട്ടുള്ളത് n ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഒരു നമ്പർ ആണ്. m എന്ന് പറയുന്നത് n ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഒരു നമ്പർ ആണ്. നമ്മൾ പ്രൂവ് ചെയ്യുന്നത് m is not a zero divisor എന്നാണ്. Now I am choosing s element of Zn. Zn ലെ തന്നെ മറ്റൊരു എലിമെന്റ് s എന്ന് പറയുന്ന എലിമെന്റ് എടുക്കുകയാണ്. And s then s will be less than n and I am choosing s such that m into s equal to 0. Let m into s equal to 0. Then as n divides 0, n divides ms. Okay, അപ്പോൾ ഞാൻ Zn ലെ s എന്ന് പറയുന്ന മറ്റൊരു എലിമെന്റ് എടുക്കുകയാണ്. S will be less than n and the peculiarity of s is that m into s equal to 0. Or m not equal to 0, GCD of m and n is 1 and m into s is another number of Zn such that m into s equal to 0. m into s 0 അങ്ങനത്തെ ഒരു എലിമെന്റ് ആണ് s എന്ന് പറയുന്നത്. Now n 0 നെ ഡിവൈഡ് ചെയ്യും. എല്ലാവർക്കും അറിയാവുന്നതാണ് n divides 0. As ms equal to 0, n divides ms. അപ്പോൾ m into s 0 ആണ്. ഈ n എന്ന് പറയുന്നത് 0 നെ ഡിവൈഡ് ചെയ്യും. അതായത് n divides m into s. n divides m into s. പക്ഷെ ഓർക്കുക n ന്റെയും m ന്റെയും GCD എന്താണ്? 1 ആണ്. But GCD of m and n is 1. അപ്പോ n divides ms. n divides ms and m and n are relatively prime. എന്തുകൊണ്ട്? അപ്പോൾ എന്താ സംഭവിക്കുക? ms നെ n ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. m ഉം n ഉം റിലേറ്റീവ്ലി പ്രൈമും ആണ്. That means what? This implies yes, n divides s. This implies n divides s. Hence n divides s. അപ്പോൾ n divides 0, അതായത് n divides ms, but n and m are relatively prime. This means n divides s. ms നെ n ഡിവൈഡ് ചെയ്യുന്നു, പക്ഷേ m നെ ഡിവൈഡ് ചെയ്യുന്നില്ല. കാരണം m n റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പോൾ ms നെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ എന്ത് വേണം? n should divide s. But s is less than n. അപ്പോൾ n divides s. n divides s, but s is less than n. ഇത് എപ്പോഴേ നടക്കുകയുള്ളൂ? when s equal to 0. അപ്പോൾ ഇവിടുന്ന് എന്താ കിട്ടിയിട്ടുള്ളത്? ms equal to 0 and m not equal to 0 means s equal to 0. m not equal to 0 and ms equal to 0 means s equal to 0. This means m is not a zero divisor. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 2-3 വട്ടം ഈ zero divisorsന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. We have proved that m is equal to 0 and when m not equal to 0, if m not equal to 0, then s equal to 0. This means m is not a zero divisor. Zero divisor ആണെങ്കിൽ എന്ത് വേണം? രണ്ട് നോൺ സീറോ എലിമെന്റുകളുടെ പ്രൊഡക്റ്റ് 0 ആണ് എന്നാണ് കാണിക്കേണ്ടത്. പക്ഷേ ഇവിടെ m ഉം s ഉം രണ്ട് നോൺ സീറോ എലിമെന്റുകളാണ്. അതിന്റെ പ്രൊഡക്റ്റ് 0 ആണെന്ന് വന്നപ്പോൾ m not equal to 0 means s equal to 0. അപ്പോൾ രണ്ട് നോൺ സീറോ എലിമെന്റുകളുടെ പ്രൊഡക്റ്റ് 0 ആണെന്നല്ല നമ്മളിവിടെ കാണിച്ചത്. If ms equal to 0 and m not equal to 0, this implies s equal to 0, which in turn means m is not a zero divisor. കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് മനസ്സിലാക്കാനായിട്ട്. വീണ്ടും അതിന്റെ തിയറം ഒന്ന് വായിച്ച് പഠിക്കുന്നേ നിർത്തിയുള്ളൂ. അപ്പോൾ if m and n are relatively prime in Zn, we have proved that m is not a zero divisor. ഇനി അടുത്ത കേസ് എടുക്കുകയാണ്. അടുത്ത രണ്ടാമത്തെ കേസ് വന്നാൽ let m not equal to 0 element of Zn. അപ്പോൾ ആദ്യത്തെ കേസിൽ m element of Zn
and m and n are relatively prime. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു m is not a zero divisor. രണ്ടാമത്തെ കേസ് എടുക്കുന്നത് m not equal to 0 is a member of Zn. m Zn ലെ ഒരു മെമ്പർ ആണ്. മാത്രമല്ല m GCD of m and n is d and d not equal to 1. അതായത് m ഉം n ഉം they are not relatively prime. m and n are not relatively prime. GCD രണ്ട് എലമെന്റുകൾ തമ്മിൽ GCD ഉണ്ട്, കോമൺ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഉണ്ട് എന്നാൽ അതിന്റെ അർത്ഥം they are not relatively prime എന്നാണ്. അപ്പോൾ we have chosen m non zero m such that GCD of m and n is d. That means m and n are not relatively prime. m and n are not relatively prime. അപ്പോൾ അങ്ങനത്തെ ഒരു m ആണ് ഞാൻ രണ്ടാമത്തെ കേസിൽ എടുക്കുന്നത്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? Then we have to prove that m is a zero divisor. ആദ്യത്തെ കേസിൽ m ഉം n ഉം റിലേറ്റീവ്ലി പ്രൈം ആയിരുന്നു. നമ്മൾ പ്രൂവ് ചെയ്തു m is not a zero divisor. രണ്ടാമത്തെ കേസിൽ m ഉം n ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല, they are not relatively prime, and we are going to prove that m is a zero divisor. Now നോക്കാം, as GCD of m and n is d, d എന്ന് പറയുന്നത് m ന്റെയും n ന്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ്. ഡിവൈസർ ആണ്. d എന്ന് പറയുന്നത് m ന്റെയും n ന്റെയും ഡിവൈസർ ആണ്. അതായത് m by d and n by d are both integers. അപ്പോൾ 4 ന്റെ ഡിവൈസർ ആണ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 by 2 is an integer. 6 ന്റെ ഡിവൈസർ ആണ് 3 എന്ന് പറഞ്ഞാൽ 6 by 3 is an integer. അപ്പോൾ m ന്റെയും n ന്റെയും ഡിവൈസർ ആണ് d എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം m by d is an integer, n by d is an integer, and also both m by d as well as n by d are members of Zn. ഇവിടെ നോക്കി അറിയാം, നമ്മൾ Z6 ലെ m 2 ആയിട്ടും n 6 ആണ്. അപ്പോൾ ഇവിടെ m equal to 2, here m equal to 2, അല്ലെങ്കിൽ Z8 ലെ m equal to 2 and n equal to 8 ആണ്. Now m equal to 4 and n equal to 8. GCD of 4 and 8 is 4. അപ്പോൾ m by d എന്ന് പറയുന്നത് 4 by 4 equal to 1, integer ആണ്. It is also a member of Zn. Zh. It is a member of Zh. Now അതേപോലെ തന്നെ 8 by 4 n by d, 8 by 4 n by d is also a member of Zh. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, if GCD of m and n is d, then m by d and n by d are both integers and they are members of Zn. m by d യും n by d യും ഇന്റിജറുകളുമാണ്. അവര് Zn എന്ന് പറയുന്ന സെറ്റിലെ മെമ്പറുമാണ്. അതായത് ഇവിടുത്തെ പോലെ 4 ന്റെയും 8 ന്റെയും GCD 4 ആണ്. അപ്പോൾ m എന്ന് പറഞ്ഞാൽ 4 ഉം n എന്ന് പറഞ്ഞാൽ 8 ഉം ആണ്. m by d എന്ന് പറഞ്ഞാൽ 4 by 4 equal to 1, that is a member of Zh. ഇനി n by d എന്ന് പറഞ്ഞാൽ 8 by 4, that is 2, that is also a member of Zh. അപ്പോൾ as d is the GCD of m and n, m by d and n by d are both integers and they are members of Zn. Now I am choosing m into n by d. ഓർക്കുക, m is not equal to 0 and n by d is also non-zero. m non-zero ആയതുകൊണ്ട് n by d യും, കാരണം d എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ്. അപ്പോൾ m is non-zero as well as n by d is also non-zero. ഇവിടെ നോക്കി അറിയാം, m എന്ന് പറയുന്നത് 4 ആണ്, m by d 1 non-zero ആണ്, n by d 2 ആണ് വരെ, 8 by 4 അത് 2 ആണ്, അതും non-zero ആണ്. അപ്പോൾ m and n by d are both non-zero elements. Now m into n by d equal to m by d into n. m into n by d equal to m by d into n equal to n plus n plus etc and m by d times. അതായത് ഇതിന്റെ അർത്ഥം, this means m into n by d equal to m by d into n equal to this എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this quantity is a multiple of n. m into n by d is a multiple of n. അതായത് m ഉം Zn ലെ മെമ്പർ ആണ്, n by d യും Zn ലെ മെമ്പർ ആണ്. m into n by d എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് n ആണ്. m ഉം Zn ലുണ്ട്, n by d യും Zn ലുണ്ട്. And m into n by d is a multiple of n. This means m into n by d equal to
0. This means m into n by d equal to 0. അതായത് m not equal to 0 and n by d not equal to 0. And we have proved that m into n by d equal to 0, which in turn means m is a zero divisor of Zn. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു തിയറമാണ്. പ്രൂഫ് വളരെ ചെറുതാണെങ്കിലും ആലോചിച്ച് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വീണ്ടും വീണ്ടും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യു സ്റ്റഡി ദിസ് പ്രൂഫ് along with this explanation. 2-3 വട്ടം അല്ലെങ്കിൽ 5-6 വട്ടം വായിച്ചും എഴുതിയും പഠിക്കുക. ഇവിടെ നമ്മൾ ഈ തിയറത്തില് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് Zn എന്ന് പറയുന്ന റിംഗില് ഏതൊക്കെ എലമെന്റുകളായിരിക്കും സീറോ ഡിവൈസേഴ്സ് ആവുക. ദോസ് എലമെന്റ്സ് വിച്ച് ആർ നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു n എന്നുള്ള ആ റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഒരു ഇൻഡിജർ നമ്മൾ എടുത്തു. m എന്ന് പറയുന്ന എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത, അതായത് GCD റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള GCD1 എമ്മും എന്നും GCD1 ആയിട്ടുള്ള, അതായത് that integer which is relatively prime to n ആയിട്ടുള്ള ഒരു ഇൻഡിജർ ആണ് m എന്ന് എടുത്തത്. and we have proved that m is not a zero divisor. രണ്ടാമത്തെ കേസിൽ we took m to be an integer which is not relatively prime to n, അതായത് GCD of m and n equal to d and d not equal to 1. അതായത് m and n are not relatively prime, and we have proved that m is a zero divisor. പ്രത്യേക രീതിയിൽ പ്രൂഫ് ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ്. പക്ഷെ അത് പറഞ്ഞു തരുമ്പോഴും നേരിട്ട് ക്ലാസ് എടുക്കുന്ന പോലെ നമുക്ക് വീഡിയോയിൽ പറഞ്ഞു തരാൻ സാധിക്കില്ല. അപ്പോൾ അത് വീണ്ടും 2-3 വട്ടം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് ആ തിയറം മനസ്സിലാക്കാൻ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും പറഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടും. അപ്പോൾ തൽക്കാലത്തിന് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ തിയറം മാത്രം ഓർക്കുക. Zn എന്ന് പറയുന്ന സെറ്റില്, Zn എന്ന് പറയുന്ന റിംഗില് ഏതൊക്കെയാണ് സീറോ ഡിവൈസേഴ്സ്, അല്ലെങ്കിൽ പ്രിസൈസ്ലി ദ സീറോ ഡിവൈസേഴ്സ് ആർ ദ എലമെന്റ്സ് വിച്ച് ആർ നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു n. എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത നമ്പറുകളായിരിക്കും അതിന്റെ സീറോ ഡിവൈസേഴ്സ് വരിക. അത് ഇവിടുത്തെ പോലെ Z6ല് 2, 3, 4 6 റിലേറ്റീവ്ലി പ്രൈം അല്ല. 8ല് Z8ല് 2, 4, 6 8 റിലേറ്റീവ്ലി പ്രൈം അല്ല. അപ്പൊ ആ എലമെന്റുകളാണ് എന്ത് വന്നത്, സീറോ ഡിവൈസേഴ്സ് ആയിട്ട് വന്നത്. Now ഈ ഒരു corollary is also important. For any prime p, Zp has no zero divisors. Zp എന്ന് പറയുന്ന റിംഗ് if p is prime does not have zero divisors. ഈ തിയറത്തിന്റെ ഒരു കോൺസിക്വൻസ് ആണ് അല്ലെങ്കിൽ corollary ആണ്. Zp, if p is prime, Zp does not have zero divisors. ആലോചിച്ച് നോക്കി അറിയാവുന്നതാണ്. സീറോ ഡിവൈസർ ആവണമെങ്കിൽ എന്ത് വേണം, p യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആവരുത്. p യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആവരുത്. ഫോർ എക്സാമ്പിൾ Z5 എടുക്കാം നമുക്ക്. Z5 ഈക്വൽ ടു 0, 1, 2, 3, 4. ഈ സെറ്റില് സീറോ ഡിവൈസേഴ്സ് എങ്ങനത്തെ എലമെന്റുകളായിരിക്കും? ബൈ ദ പ്രീവിയസ് തിയറം those elements which are not relatively prime to 5 will be the zero divisors. 5 യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത നമ്പറുകളായിരിക്കും ഇന്നത്തെ സീറോ ഡിവൈസർ. പക്ഷെ 5 ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത നമ്പർ ഏതാതിലുള്ളത്? ഒന്നുമില്ല. 5 പ്രൈം നമ്പർ ആണ്. അപ്പൊ അതിനോട് മറ്റെല്ലാ നമ്പറുകളും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും, നോട്ട് പ്രൈം ആവില്ല. അപ്പോ 0, 1, 2, 3, 4 all are relatively prime to 5. പക്ഷേ Znല് നമ്മുടെ തിയറം പ്രകാരം only those members are zero divisors which are not relatively prime. അപ്പോൾ we cannot find an integer which is not relatively prime to 5 in Z5. So Z5 has no zero divisors. ഇതേപോലെ തന്നെയാണ് Z7. ഈ Z7 എന്ന് പറഞ്ഞാൽ Z7 equal to 0, 1, 2, 3, 4, 5, 6. ഈ Z7ലെ സീറോ ഡിവൈസേഴ്സ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ those elements which are not prime to 7. ഇതിൽ ഏത് സംഖ്യയാണ് 7നോട് പ്രൈം അല്ലാത്തത്? അങ്ങനത്തെ സംഖ്യയില്ല. all elements are prime to 7. അപ്പൊ അതുകൊണ്ട് Z7 also does not have zero divisors. നല്ലോണം മനസ്സിരുത്തി വായിച്ചു പഠിക്കുക. പറഞ്ഞാൽ അധികം മനസ്സിലാവില്ല. ലിറ്ററേച്ചർ വായിച്ച് വീണ്ടും മനസ്സിലാക്കുക. അപ്പൊ Zp, since p is a prime number, Zp does not contain a number which is not relatively prime to p. അതുകൊണ്ട് all the elements of Zp are relatively prime to p. Hence Zp does not contain zero divisors. ഈ തരം പ്രകാരം സീറോ ഡിവൈസേഴ്സ് ഉണ്ടാവണമെങ്കിൽ
നോട്ട് പ്രൈം ആയിരിക്കണം. പക്ഷേ പി പ്രൈം ആയതുകൊണ്ട് ZPയിലത്തെ എല്ലാ എലമെന്റുകളും പിയുമായിട്ട് പ്രൈം ആണ്, നോട്ട് പ്രൈം അല്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് സീറോ ഡിവൈസേഴ്സ്. തിങ്ക് അബൌട്ട് ഇറ്റ്. തിയറവും എക്സാമ്പിളും ഈ എക്സാമ്പിളും ഒക്കെ ഒരുമിച്ച് എല്ലാം കൂടി ഒറ്റ സമയത്തിരുന്ന് പഠിക്കണം. അങ്ങനെ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഇതും വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഷുവറായിട്ട് ആ തിയറം മനസ്സിലാവും. വലിയ ബുദ്ധിമുട്ടുള്ള തിയറമല്ല, പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. Now I am going to the next definition. അടുത്ത ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് എന്താണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ ഫീൽഡ്? വളരെ സിമ്പിൾ ഡെഫിനിഷൻ ആണ്. റിംഗ് എന്ന് പറഞ്ഞതിന്റെ ഒന്നുകൂടി കയറിയിട്ടുള്ള ഒന്നുകൂടി റെസ്ട്രിക്റ്റഡ് ഫോം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒന്നുകൂടെ നല്ല രൂപം എന്ന് പറയാം ഫീൽഡിനെ. ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ring f plus dot is called a field if all the non-zero elements of f forms an abelian group under multiplication. റിംഗ് ആവാൻ ബേസിക്കലി എന്ത് മതി? അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ആയാൽ മതി, മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആയാൽ മതി, മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവും ഡിസ്ട്രിബ്യൂട്ടീവും ആയാൽ മതി. ഫീൽഡ് ആവണമെങ്കിൽ എന്ത് വേണം? അഡീഷനിൽ അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. മാത്രമല്ല ആ എഫിലത്തെ എല്ലാ നോൺ സീറോ എലമെന്റുകളും മൾട്ടിപ്ലിക്കേഷനിലും അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. രണ്ട് കണ്ടീഷൻ ഇവിടെ വന്നിട്ടുണ്ട്. രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഫീൽഡ് ആവണമെന്നുണ്ടെങ്കിൽ അഡീഷനിലും ഗ്രൂപ്പ് ആയിരിക്കണം, മൾട്ടിപ്ലിക്കേഷനിൽ നോൺ സീറോ എലമെന്റ്സും അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. അഡീഷനിൽ അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം, മൾട്ടിപ്ലിക്കേഷനിലും നോൺ സീറോ എലമെന്റ്സ് മാത്രം എടുക്കുകയാണെങ്കിൽ അതും ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ f should also be, or the non-zero elements of f should also be an abelian group, then f plus dot will be a field. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും കണ്ടീഷൻസ് വേണം. f plus is an abelian group, group under addition. പിന്നെ f is closed under multiplication, multiplication is commutative and associative, multiplicative identity exists, multiplicative inverse exists, and multiplication is distributive. അപ്പോൾ ഞാൻ പറഞ്ഞ ഡെഫിനിഷന്റെ ഒരു വലിയ രൂപമാണ്. ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് f പ്ലസ് അബീലിയൻ ഗ്രൂപ്പ് ആവണം, ഓബ്വിയസ് ആണ്. പിന്നെ മൾട്ടിപ്ലിക്കേഷനിൽ അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ അബീലിയൻ ഗ്രൂപ്പ് ആവണമെങ്കിൽ എന്ത് വേണം? മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആയിരിക്കണം, മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആയിരിക്കണം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം. അബീലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം, മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും ആയിരിക്കണം. പിന്നെ ഏതൊരു എലമെന്റിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ സെറ്റ് എഫിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ടാകണം. പിന്നെ ആ സെറ്റിലെ ഏതൊരു എലമെന്റ് എടുത്താലും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാകണം. ഗ്രൂപ്പ് ആവണമല്ലോ, മൾട്ടിപ്ലിക്കേഷനിൽ ഗ്രൂപ്പ് ആവണം. അപ്പോൾ ഏതൊരു എലമെന്റിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാകണം. കൂടാതെ റിംഗിന്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവും ആകണം. ഈ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഫീൽഡ് നമുക്കൊരു ഫീൽഡ് ആണ് കിട്ടുക. ഫീൽഡിന്റെ വേറൊരു ഡെഫിനിഷൻ ആണ് കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ്. ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ കണ്ടീഷൻസ് ഒക്കെ തന്നെയാണ് കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗിനും വേണ്ടത്. കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ് എന്ന് പറഞ്ഞാൽ മുന്നത്തെ ഡെഫിനിഷൻസ് ഏതെങ്കിലും എടുത്ത് നോക്കുക. ഇപ്പൊ പറഞ്ഞ വീഡിയോ ഞാൻ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ either you study any one of these definitions, മൂന്ന് പഠിക്കേണ്ടതാണ്. ഇത് ഞാൻ പഠിക്കണമെന്ന് പറയില്ല, ഇത് ഞാൻ ഒരു എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതിയതാണ്. You study this is most simple one. പിന്നെ ഇത് കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ്, ഫീൽഡ് is a commutative division ring. അപ്പോൾ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a ring അല്ലെങ്കിൽ it is a set which is an abelian group under with two operations addition and multiplication. It is an abelian group under addition. The non-zero elements of that set forms an abelian group under multiplication. അപ്പോൾ ഫീൽഡ് ആയി. ദിസ് ഡെഫിനിഷൻ ചോദിച്ചാൽ എഴുതേണ്ടതാണ്, അതുകൊണ്ടാണ് ഇത്രയും വിസ്തരിച്ച് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള എക്സാമ്പിളുകൾ ഇഷ്ടം പോലെ കിട്ടും. Now ഫീൽഡിന്റെ മറ്റൊരു രൂപമാണ്, മറ്റൊരു ഡെഫിനിഷൻ ആണ് കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതൊന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കുക. ഫീൽഡ്, ഈ ഡെഫിനിഷൻ, കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എല്ലാം സെയിം ആണോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വീണ്ടും ഒരു അരമണിക്കൂർ എടുക്കും. അപ്പോൾ ഈ ഡെഫിനിഷൻസ് എല്ലാം സെയിം ആണോ എന്നുള്ളത് നോക്കുക. ഒരു ചെറിയ ഡെഫിനിഷൻ കൂടി ഇവിടെ പറയാണ്, സ്ക്യൂ ഫീൽഡ്. സ്ക്യൂ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എ നോൺ കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ്. വലിയ ഇമ്പോർട്ടന്റ് അല്ല, എനിവേ അറിഞ്ഞിരിക്കുക. സ്ക്യൂ ഫീൽഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, ഫീൽഡും ഉണ്ട് സ്ക്യൂ ഫീൽഡും ഉണ്ട്. ഫീൽഡിലാകുമ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ് ആണ്, സ്ക്യൂ ഫീൽഡിലാകുമ്പോൾ നോൺ കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ്. നോൺ കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ് ആണ് നമ്മുടെ സ്ക്യൂ ഫീൽഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഫീൽഡിന്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീൽഡിന്റെ ഡെഫിനിഷൻ, ഫീൽഡ് എന്ന് പറഞ്ഞാൽ അഡീഷനിലും അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും, മൾട്ടിപ്ലിക്കേഷനിലും നോൺ സീറോ എലമെന്റ്സ് അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. അതിനെയാണ് ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി എല്ലാം ഡിസ്ട്രിബ്യൂട്ടിവിറ്റിയും കൂടി വേണം. മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ. അപ്പോൾ ഓർത്ത് വെക്കാൻ ഈ ഏറ്റവും ആദ്യം എഴുതിയ ഡെഫിനിഷൻ ആണ് വളരെ എളുപ്പമായിട്ടുള്ളത്, അത് ഓർത്ത് വെക്കുക. Now come to the examples. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമുള്ള രണ്ട് എക്സാമ്പിൾ ഞാനെന്ന് പറയാം. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഫീൽഡാണ്.
വെരിഫൈ ചെയ്ത് നോക്കുക. Set of all real numbers under multiplication addition, set of all complex numbers under multiplication addition, set of all rational numbers. ഇതിന് മുന്നേ പറയാൻ സാധ്യതയില്ല. Set of all rational numbers under addition and usual multiplication ഒരു ഫീൽഡാണ്. വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. Set of all real numbers ഒരു ഗ്രൂപ്പാണ് under addition എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. Set of all positive real numbers under addition under multiplication ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ കൂടെ നെഗറ്റീവ് സീറോ ഒഴിവാക്കണം. നോൺ സീറോ എലമെന്റ്സ് ആണ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലെ നോൺ സീറോ എലമെന്റ്സിന് ഇൻവേഴ്സ് ഉണ്ട്, 1 ഉണ്ട്, എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ r പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അണ്ടർ യൂഷ്വൽ അഡീഷൻ ആൻഡ് യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ. സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് അണ്ടർ യൂഷ്വൽ അഡീഷൻ ആൻഡ് യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇതെല്ലാം ഫീൽഡുകളാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീൽഡുകളാണ്. അടുത്ത് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് Z5 plus 5 multiplication modulo 5. Z5 plus 5 multiplication modulo 5. ഇതൊരു ഫീൽഡാണ്. Z5 is a field. വെരിഫൈ ചെയ്ത് നോക്കിക്കോളൂ. അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ, അത് ഇത് നോക്കി അറിയാം. അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ ഇത് നോക്കി അറിയാം. നോൺ സീറോ എലമെന്റ്സ് ഫോംസ് an abelian group under multiplication, ഇത് നോക്കി അറിയാം. നോൺ സീറോ എലമെന്റ്സ് ഫോംസ് an abelian group under multiplication. അപ്പോൾ സീറോ എടുത്ത് നോക്കണ്ട, ഈ സംഭവങ്ങൾ മാത്രം നോക്കിയാൽ മതി, ഈ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. this one non zero elements, this one, these elements forms an abelian group under multiplication. വെരിഫൈ ചെയ്ത് നോക്കാം. എല്ലാ കണ്ടീഷൻസും ഒക്കെയാണ്, ക്ലോസ്ഡ് ആണ്. അതിന്റെ ഉള്ളിൽ ഇതിലത്തെ ഈ സെറ്റ് എലമെന്റുകൾ മാത്രമേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്, 1 1 1, എല്ലാം മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്. പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. 1 ന്റെ ഇൻവേഴ്സ് 1 തന്നെയാണ്. 2 ന്റെ ഇൻവേഴ്സ് 3 ആണ്. 2 ന്റെ ഇൻവേഴ്സ് 3 ആണ്. 3 ന്റെ ഇൻവേഴ്സ് അഗൈൻ 2. 4 ന്റെ ഇൻവേഴ്സ് 4 itself. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്, അസോസിയേറ്റീവ് ആണ്. കൂടാതെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി. ഇറ്റ് ഈസ് എ റിംഗ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് അധികം വലിയ എഫർട്ട് ഇല്ലാതെ മനസ്സിലാക്കാവുന്ന കുറച്ച് എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞത്. Z5 ഒരു റിംഗ് ആണ്. വേറെയും എക്സാമ്പിളുകൾ അടുത്ത ക്ലാസ്സുകൾ, മുഴുവൻ തീർന്നിട്ടില്ല, അടുത്ത ക്ലാസ്സുകളിൽ കുറച്ചും കൂടെ ഫീൽഡിന്റെ എക്സാമ്പിളുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ ഞാൻ നിർത്തുകയാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഒരു തിയറം വന്നിട്ടുണ്ട്, പിന്നെ ഫീൽഡിന്റെ ഡെഫിനിഷനും ഒരു കൊറോളറി, സീറോ ഡിവൈസസിന്റെ ഒരു തിയറവും കൊറോളറി ഫീൽഡിന്റെ ഡെഫിനിഷനും. അതായത് എപ്പോഴാണ് Zn സീറോ ഡിവൈസസ്, അല്ലെങ്കിൽ ഏതൊക്കെ എലമെന്റുകളാണ് Zn സീറോ ഡിവൈസസ് ആവുക. പിന്നെ Zp എന്ന് പറയുന്ന if p is prime has no zero divisors, ഈ തിയറത്തിന്റെ കോൺസിക്വൻസ് ആണ് ഇത് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ തിയറമാണ് Zn the elements which are not relatively prime to n will be zero divisors. അതിന്റെ കോൺസിക്വൻസ് ആണ് Zp if p is prime has no zero divisors എന്ന് പറയുന്നത്. പിന്നെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a particular set in which that set has two operations, addition and multiplication. Under addition it will be an abelian group. Under multiplication all the non-zero elements will be an abelian group, and multiplication is distributive over addition. ഈ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ ആ സെറ്റ് ഫീൽഡായി. ഫീൽഡിന്റെ മറ്റൊരു പേരാണ് കമ്മ്യൂട്ടേറ്റീവ് ഡിവിഷൻ റിംഗ്. അപ്പോൾ ഫീൽഡ് is a commutative division ring. A non-commutative division ring is called a skew field. പിന്നെ രണ്ട് ചെറിയ എക്സാമ്പിളുകൾ, Z5 ഫീൽഡ് ആണെന്നും R, C, Q ഒക്കെ അണ്ടർ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, യൂഷ്വൽ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഫീൽഡ് ആണെന്നുമാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ബാക്കിയുള്ള എക്സാമ്പിളുകൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ബി തറോ വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് ഫീൽഡ് while we take the next class. So we will stop here.